പ്ലസ് ബി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് എങ്ങനെ ഓപ്പണിംഗ് അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് നോക്കാം. അതിനുവേണ്ടി യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നതായിരിക്കും. സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ മെനു ഉണ്ടാവും. ഞാൻ മെനു കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൺട്രോൾ F2 അല്ലെങ്കിൽ സെറ്റിംഗ്സിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെനു നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഈ അപ്ഡേറ്റ് LC എന്ന് പറഞ്ഞ ടിക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തിലുള്ള LC ഇങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങൾ മുഴുവൻ ഐറ്റത്തിൻ്റെയും സ്റ്റോക്കുള്ള മുഴുവൻ ഐറ്റത്തിൻ്റെയും LC, അതായത് നിങ്ങൾ ലാസ്റ്റ് അടിച്ച പർച്ചേസിൻ്റെ LC ഇങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം സെലക്ട് സോഴ്സ് ഫ്രം അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കറക്റ്റായിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഇയർ കാണിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റോക്ക് ഉള്ളതും ഇല്ലാത്തത് എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് മൈനസും പ്ലസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ അടിച്ചാൽ മതി. അതല്ല നിങ്ങൾക്ക് സ്റ്റോക്ക് ഉള്ളത് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഈ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന മുന്നേ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന പീരീഡ് കൺഫേം ആയിട്ടൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ഡേറ്റ് സ്റ്റോക്ക് കംപ്ലീറ്റ് എന്ന മെസ്സേജ് വരും. അതിനുശേഷം ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ക്ലോസ് ആകും. നിങ്ങൾക്ക് സ്റ്റോക്ക് വീണ്ടും അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്ത് എന്തെങ്കിലും മിസ്റ്റേക്കിൽ കഴിഞ്ഞ വർഷത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ യൂട്ടിലിറ്റിൻ്റെ അകത്ത് സ്റ്റോക്ക് എന്നാണ് ഓപ്ഷൻ കാണിക്കും. അതിൽ അപ്ഡേറ്റ് ഓപ്പൺ സ്റ്റോക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെലക്ട് സോഴ്സ് ഫ്രം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു വാർണിംഗ് മെസ്സേജ് കാണിക്കും. ഇതും നിങ്ങൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ യൂട്ടിലിറ്റിൻ്റെ അകത്ത് സ്റ്റോക്കിൽ ഓപ്പണിംഗ് എൻട്രി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ഓപ്പണിംഗ് എൻട്രി ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്രീവിയസ് ആയിട്ട് ചെയ്ത് നിങ്ങൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്റ്റോക്ക് ഇവിടെ കാണിക്കും. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ക്യാൻസൽ ചെയ്ത് വെക്കണം. ക്യാൻസൽ ചെയ്യുമ്പോൾ ആ റിഷ്യൂവർ കൺഫേം ചെയ്തതിനു ശേഷം യെസ് കൊടുക്കുക. യെസ് കൊടുത്ത് ക്യാൻസൽ ആയിരിക്കുന്നതായിരിക്കും. ക്യാൻസൽ ചെയ്തതിനു ശേഷം യൂട്ടിലിറ്റിയിൽ സ്റ്റോക്കിൽ അപ്ഡേറ്റ് ഓപ്പൺ സ്റ്റോക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫേം സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വീണ്ടും നമ്മൾ കാണിച്ച പോലെ വീണ്ടും സ്റ്റോക്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ വാർണിംഗ് മെസ്സേജുകൾ വായിച്ച് അതെന്താണോ ടിക്ക് ചെയ്യുന്നത് നോക്കി നിർബന്ധമായിട്ടും ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഫേം സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.